ഒരു ഭാര്യയ്ക്ക് ആവശ്യമായത് അവളെ ഭരിക്കുന്ന യജമാനനെയല്ല, മറിച്ച് അവളെ സ്നേഹിക്കുന്ന ഒരു നല്ല സ്നേഹിതനെ, അവളെ ബഹുമാനിക്കുന്ന നല്ലൊരു സുഹൃത്തിനെ, അവളെ മനസ്സിലാക്കുന്ന നല്ലൊരു തുണയെ. ഇതാകണം ഒരു ഭർത്താവ്. നീ പിണങ്ങിയാൽ ഈ ലോകത്ത് ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഒന്നുണ്ട്, അവൾ ചിരിക്കാനും ജീവിക്കാനും മറന്നുപോകും. എത്ര വേദനിപ്പിച്ചാലും അതൊന്നും മനസ്സിൽ വയ്ക്കാതെ ചിരിച്ചുകൊണ്ട് മിണ്ടുന്ന ഒരാളുണ്ടെങ്കിൽ അങ്ങ് തോറ്റു കൊടുത്തേക്കണം. അതാണ് സ്നേഹം. തളരുമ്പോൾ താങ്ങാനൊരു തോളും കരയുമ്പോൾ തലോടുന്ന ഒരു കൈയും കൂട്ടിനുണ്ടെങ്കിൽ പിന്നെ ഒരു ശക്തിയുടെ മുൻപിലും തകരേണ്ടി വരില്ല. ഒരു സ്വാർത്ഥ വ്യക്തിക്ക് ഒരിക്കലും യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം സ്നേഹത്തിന് പങ്കിടൽ ആവശ്യമാണ്. മറ്റുള്ളവരുടെ തെറ്റിനെ ക്ഷമിക്കുക, അതാണ് യഥാർത്ഥ സ്നേഹം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ പരിപാലിക്കുന്നത് തുടക്കത്തിൽ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സമയത്തിനനുസരിച്ച് ഇത് എളുപ്പമാകും. ആകാശത്തിലെ നക്ഷത്രങ്ങളെയും കടൽ തീരത്തെ മണൽത്തരികളെയും എന്ന് ഞാൻ എണ്ണിത്തീരുന്നുവോ അന്ന് ഞാൻ നിന്നെ മറക്കും. നിന്നോട് പറയാൻ നീ അറിയാം, ഇനിയൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. എൻ്റെ വാക്കുകളിലെ അവസാന അക്ഷരവും ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയെല്ലാം എൻ്റെ മൗനം നിന്നോട് പറയും. നിന്നെ മറന്നൊന്ന് കള്ളം പറയാനാവാത്ത വിധം നിന്റെ ഓർമ്മകൾ എന്നെ കൊന്നൊടുക്കുന്നു. എഴുതിയ ഒരു വരിയേക്കാൾ പ്രണയം തുളുമ്പുന്ന 100 വരികളുണ്ട് മനസ്സിൽ. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ അവസാന നിമിഷം വരെ ഞാനുണ്ടാകും നിന്റെ കൂടെ. ചിലരെ എത്രത്തോളം നോക്കിയാലും വെറുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അവർ നമുക്ക് ആരൊക്കെയോ ആയിരുന്നു എന്ന മനസ്സിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. സ്വന്തമാണ് എന്നറിയാം, എങ്കിലും എൻ്റെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ മാത്രമാണ് എന്ന് കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ്. മറക്കാത്ത ഓർമ്മകൾ ഒരുപാടുണ്ട്, പക്ഷേ നീറിപ്പൊഴിയുന്ന നിന്റെ ഓർമ്മകളോളം വരില്ല അവയൊന്നും.